രാജ്യസഭാ തിരഞ്ഞെടുപ്പ് ഇന്ന് നടക്കും. രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലെ 27 സീറ്റുകളിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. മല്ലികാർജുൻ ഖർഗെ, മുൻ പ്രധാനമന്ത്രി എച്ച്.ഡി. ദേവഗൌഡ, ദിഗ്വിജയ് സിംഗ് ഉൾപ്പെടെയുള്ള പ്രധാന നേതാക്കളുടെ കാലാവധി അവസാനിക്കുന്നതിനെ തുടർന്നാണ് ഈ തിരഞ്ഞെടുപ്പ്. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 4 മണി വരെയാണ് വോട്ടെടുപ്പ്. വിവരങ്ങളുമായി ശ്രീജിത്ത് KJ ചേരുന്നുണ്ട്. ശ്രീജിത്ത്, എന്തായാലും രാജ്യസഭാ തിരഞ്ഞെടുപ്പാണെന്ന് വിവിധ സംസ്ഥാനങ്ങളിലെ 27 സീറ്റുകളിലേക്കാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഇന്നത്തെ ഈ ഒരു തിരഞ്ഞെടുപ്പ് വലിയൊരു നിർണായകമാണ്. നമുക്കറിയാം, വലിയൊരു പ്രതിഷേധമൊക്കെ ഈ രാജ്യസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. മീനാക്ഷി നടരാജന്റെ പത്രിക തള്ളിയതുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ പ്രതിഷേധമൊക്കെ ആയിരുന്നു. എന്തായാലും വലിയൊരു നിർണായകമായൊരു തിരഞ്ഞെടുപ്പ് തന്നെയായിരിക്കും കോൺഗ്രസിനെ സംബന്ധിച്ച്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? 13 സംസ്ഥാനങ്ങളിലായി 27 സീറ്റുകളിലേക്കാണ് ഇന്ന് തിരഞ്ഞെടുപ്പ് നടക്കുക. അതിൽ 10 സീറ്റുകളിൽ ആണ് പ്രധാനമായും തിരഞ്ഞെടുപ്പ് നടക്കുക. 3 സംസ്ഥാനങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, 19 സീറ്റുകളിൽ നിലവിൽ BJP NDA സഖ്യം വിജയിച്ചിട്ടുണ്ട്. 5 സീറ്റുകളിൽ കോൺഗ്രസും വിജയിച്ച് കയറിയിട്ടുണ്ട്. ബാക്കിയുള്ള 3 സീറ്റുകളിലേക്കാണ് കടുത്ത പോരാട്ടം നടക്കുന്നത്. ജാർഖണ്ഡ് കേന്ദ്രീകരിച്ചാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മത്സരം നടക്കുന്നത്. അവിടെ നാം കണ്ടിട്ടുള്ളത് പോലെ തന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട റിസോർട്ട് രാഷ്ട്രീയം, ക്രോസ് വോട്ടിങ്ങും എല്ലാം വലിയ രീതിയിൽ ചർച്ചയാക്കുന്നുണ്ട്. അവിടുത്തെ 3 സീറ്റുകളിൽ അവിടെ ജാർഖണ്ഡ് മുക്തി മോർച്ച, അതോടൊപ്പം തന്നെ BJP കോൺഗ്രസ് സഖ്യമാണ് ഇപ്പോൾ നേരിട്ടുള്ള മത്സരം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ JMM-നും കോൺഗ്രസിനും വിജയപ്രതീക്ഷയുള്ള സീറ്റിൽ BJP ഒരു സ്വതന്ത്രനും പിന്തുണ നൽകിയിട്ടുണ്ട്. അതാണ് ഇത് വലിയ രീതിയിൽ പ്രതിസന്ധി ഉണ്ടാക്കുന്നത്. മറ്റൊരു സീറ്റ് മിസോറാമാണ്. അവിടെയും വിജയപ്രതീക്ഷ കോൺഗ്രസിനാണ് ഉള്ളത്. അങ്ങനെ കൃത്യമായി തന്നെ മത്സരമാണ് നടക്കുന്നത്. ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, ജാർഖണ്ഡ്, മധ്യപ്രദേശ്, മണിപ്പൂർ, മേഘാലയ, രാജസ്ഥാൻ, അരുണാചൽ പ്രദേശ്, കർണാടക, മിസോറാം, മഹാരാഷ്ട്ര, തമിഴ്നാട്, ഒഡീഷ അടക്കമുള്ള സംസ്ഥാനങ്ങളിലാണ് ഈ രാജ്യസഭ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിൽ തമിഴ്നാട്ടിനെ സംബന്ധിച്ചിടത്തോളം അവിടെ TVKയുടെ സീറ്റ് മുൻപ് തന്നെ കോൺഗ്രസിന് നൽകിയിരുന്നു. മഹാരാഷ്ട്രയിൽ ഇപ്പോൾ തന്നെ അവിടെ വിജയം പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. BJP സ്ഥാനാർത്ഥിയാണ് അവിടെ വിജയിച്ചിട്ടുള്ളത്. മഹാരാഷ്ട്രയിലും സമാനമായ ഒരു വിജയമുണ്ടായിട്ടുണ്ട്. ആന്ധ്രാപ്രദേശിലേക്ക് വരുമ്പോൾ അവിടെ TDPക്കാണ് സീറ്റുകൾ നൽകിയിരിക്കുന്നത്. അവിടെ TDP NDAയുടെ സഖ്യകക്ഷിയമായ TDPയും വിജയം നേടിയിട്ടുണ്ട്. അങ്ങനെ 19 സീറ്റുകളിൽ NDA സഖ്യം, BJP സഖ്യം വിജയം നേടിയപ്പോൾ 5 സീറ്റുകളിലാണ് കോൺഗ്രസ് സഖ്യത്തിന് വിജയിക്കാനായത്. പിന്നീടുള്ള 3 സീറ്റുകളിലാണ് മത്സരം നടക്കുന്നത്. മറ്റൊരു കാര്യം പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ BJPക്ക് 140-ലധികം സീറ്റുകളാണ് രാജ്യസഭയിലുള്ളത്. ഈ വിജയത്തോടു കൂടി തന്നെ 3/2 ഭൂരിപക്ഷത്തിലേക്ക് BJP പോകും. അങ്ങനെ ഭാവിയിൽ എല്ലാ ബില്ലുകളും സുഗമമായി തന്നെ ഒരു പാസ്സാക്കി എടുക്കാൻ രീതിയിലുള്ള ഒരു ഭൂരിപക്ഷത്തിലേക്കാണ് രാജ്യസഭയിൽ BJPയുടെ അംഗസംഖ്യ പോകുന്നത്. അങ്ങനെ മൃഗീയ ഭൂരിപക്ഷത്തിലേക്ക് BJPയുടെ ചരിത്രത്തിൽ ആദ്യമായി തന്നെ ഒരു വലിയൊരു ഭൂരിപക്ഷത്തിലേക്കാണ് സീറ്റിൻ്റെ എണ്ണത്തിൽ BJP ഈ രാജ്യസഭാ തിരഞ്ഞെടുപ്പോടുകൂടി തന്നെ എത്തിച്ചേരുന്നത്. വോട്ടെടുപ്പ് 5 മണിയോടുകൂടിയാണ് ആരംഭിക്കുന്നത്. അപ്പോൾ 5 മണിയോടുകൂടി തന്നെ നിലവിൽ അറിയാനുള്ള ഈ 3 സീറ്റുകളിൽ ആരെല്ലാം വിജയിച്ചു കയറുമെന്ന് നമുക്കറിയാൻ കഴിയും. ശരി, വ്യക്തമാണ്. രാജ്യസഭാ തിരഞ്ഞെടുപ്പാണെന്ന്. രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലെ 27 സീറ്റുകളിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് ശ്രീജിത്ത് KJ ആണ്.